ഉള്ള വിദ്യാർത്ഥികളെ, ഇന്ന് രണ്ടാമത്തെ ചാപ്റ്ററാണ് നമ്മൾ എടുക്കുന്നത്. കിഴക്കും പടിഞ്ഞാറും വിനിമയങ്ങളുടെ കാലഘട്ടം എന്ന് പറയപ്പെടുന്ന ഈ ഒരു പാഠഭാഗമാണ് നമുക്ക് എടുക്കാനുള്ളത്. ഇവിടെ ഫസ്റ്റ് തന്നെ ഒരു കഥ അല്ലെങ്കിൽ മാർക്കോ പോളോ എഴുതിയ അദ്ദേഹത്തിൻ്റെ സഞ്ചാര കഥകളിൽ നിന്നുള്ള ഒരു ട്രാവലോഗിൽ നിന്നുള്ള ഒരു പ്രധാന ഭാഗമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഈ സഞ്ചാരക്കുറിപ്പിൽ അദ്ദേഹം പറയുന്നത്, രാത്രികാലങ്ങളിൽ വഴിതെറ്റി മരുഭൂമിയിൽ അകപ്പെടുന്ന ആളുകൾ അനുഭവിക്കുന്ന ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഇദ്ദേഹം പറയുന്നുണ്ട്. മാത്രമല്ല, പണ്ട് കാലങ്ങളിലുണ്ടായിരുന്ന യാത്രകൾ, പ്രത്യേകിച്ച് മധ്യകാലഘട്ടത്തിലുണ്ടായിരുന്ന യാത്രകൾ വളരെയധികം ബുദ്ധിമുട്ടുകൾ നിറഞ്ഞ, കൊള്ളക്കാരെയും കള്ളന്മാരെയും പേടിക്കേണ്ടി വന്നിരുന്ന, മാത്രമല്ല മരുഭൂമിയിൽ മരുപ്പച്ച തേടി നടന്നിരുന്ന യാത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ പലപ്പോഴും മരുഭൂമിയിലകപ്പെടുകയും മരണം വരെ സംഭവിച്ച ഒരുപാട് കഥകളുണ്ട്. അതിൻ്റെ ഒരു സാഹചര്യത്തിലാണ് ഇദ്ദേഹം ഈ ഒരു യാത്ര അല്ലെങ്കിൽ കുറിപ്പ് അല്ലെങ്കിൽ സഞ്ചാരക്കുറിപ്പ് എഴുതിയിട്ടുള്ളത്. ചുരുക്കി പറഞ്ഞാൽ, ഈ ഒരു കഥയിൽ നിന്നും ഇവിടെ കൊടുത്തതിൻ്റെ ഉദ്ദേശം, പണ്ട് കാലത്ത് കിഴക്കും പടിഞ്ഞാറും തമ്മിൽ, അഥവാ ഏഷ്യ അടക്കമുള്ള, ഇന്ത്യ അടക്കമുള്ള ഭാഗങ്ങളും പടിഞ്ഞാറിലെ യൂറോപ്യൻ രാജ്യങ്ങളുമായിട്ട് വളരെയധികം വലിയ വ്യാപാര ബന്ധമുണ്ടായിരുന്നു. ഈ വ്യാപാര ബന്ധങ്ങൾ പലപ്പോഴും രണ്ട് പ്രധാനപ്പെട്ട വാണിജ്യ പാതകളിലൂടെ അല്ലെങ്കിൽ യാത്രാ വഴികളിലൂടെയായിരുന്നു നടന്നിരുന്നത്. ആ ഒരു വഴികളെക്കുറിച്ചും അതുപോലെ അതിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചാണ് നമുക്ക് ഈ ഒരു പാഠഭാഗത്ത് പഠിക്കാനുള്ളത്. മധ്യകാല ലോകത്തെ പ്രധാനപ്പെട്ട രണ്ട് വാണിജ്യപാതകളാണ് താഴെ ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഒന്ന് പട്ടുതുണിപ്പാത, രണ്ടാമത്തെ സുഗന്ധ വ്യഞ്ജനപ്പാതയാണ്. രണ്ടിൻ്റെയും ഗ്രാഫ് അവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് എന്താണ് പട്ടുതുണിപ്പാത? ഇത് അധിക വായനക്കുള്ളത്. അതായത് ചൈന മുതൽ യൂറോപ്പ് വരെ വ്യാപിച്ചു ഇരിക്കുന്ന കരഭാഗത്തു കൂടെയുള്ള വാണിജ്യപാതയാണ് പട്ടുതുണിപ്പാത എന്ന് പറയുന്നത്. ഏകദേശം 6000 കിലോമീറ്റർ ഉണ്ട്. മാത്രമല്ല, ഇത് ചൈന, ഇന്ത്യ ഉപഭൂഖണ്ഡം, പേർഷ്യ, യൂറോപ്പ്, അതുപോലെ ആഫ്രിക്കയുടെ വടക്കൻ പ്രദേശങ്ങൾ തമ്മിലുള്ള വാണിജ്യ, സാംസ്കാരിക, വൈജ്ഞാനിക വളർച്ചയ്ക്ക് ഈ പട്ടുതുണിപ്പാത വലിയൊരു സഹായം നൽകി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അല്ലെങ്കിൽ പട്ടുതുണിപ്പാത ഈ നമ്മുടെ സംസ്കാരങ്ങൾ യൂറോപ്പിലേക്കും യൂറോപ്യൻ സംസ്കാരം നമ്മുടെ നാടുകളിലേക്കും കൊണ്ടുവരാനും അവിടെ ഉണ്ടായിരുന്ന പല വിജ്ഞാന ശാഖകളും നമ്മുടെ നാട്ടിലേക്ക് എത്തിക്കാനും നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന പല വിജ്ഞാന ശാഖകൾ അല്ലെങ്കിൽ പലതരത്തിലുള്ള പുസ്തകങ്ങളും അറിവുകളും അങ്ങോട്ട് കൈമാറാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച ഒരു ഇടമായിട്ട് ഇത് മാറിയിട്ടുണ്ട്. മാത്രമല്ല, ഈ പാതയിൽ ധാരാളം വിശ്രമ കേന്ദ്രങ്ങൾ ഉണ്ടായിരുന്നു. അവകൾ സരായി എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. നമ്മൾ ആദ്യം പഠിക്കുന്നത് ഈ രണ്ട് പാതകളുടെയും പ്രത്യേകതയാണ്. ഒന്ന്, കിഴക്കൻ ചൈന മുതൽ പടിഞ്ഞാറൻ യൂറോപ്പ് വരെയാണ് ഈ പാതകൾ വ്യാപിച്ചു കിടന്നിരുന്നത്. രണ്ട്, കിഴക്കിനെയും പടിഞ്ഞാറിനെയും ബന്ധിപ്പിച്ചിരുന്ന ഈ വാണിജ്യ പാതകളെ പട്ടുതുണിപ്പാത, സുഗന്ധവ്യഞ്ജനപ്പാത എന്നിങ്ങനെയായിരുന്നു വിളിച്ചിരുന്നത്. അതിൽ പട്ടുതുണിപ്പാത കരയിലൂടെയും സുഗന്ധവ്യഞ്ജനപ്പാത കടൽ മാർഗമായിരുന്നു ഉണ്ടായിരുന്നത്. മാത്രമല്ല, ധാരാളം കച്ചവട കേന്ദ്രങ്ങളിലൂടെയാണ് ഈ ഒരു പാത കടന്നുപോയിരുന്നത്. മധ്യകാലത്തിൻ്റെ ആരംഭത്തിൽ തന്നെ ദുർബലമായിരുന്ന കിഴക്കും പടിഞ്ഞാറും തമ്മിലുള്ള വ്യാപാരം പിന്നീട് കുരിശുയുദ്ധം വന്നപ്പോൾ, അഥവാ അറബികളും അതുപോലെ തന്നെ ക്രിസ്ത്യാനികളും തമ്മിൽ ജെറൂസലേം പിടിച്ചടക്കാൻ വേണ്ടി ധാരാളം 13ഓളം കുരിശുയുദ്ധങ്ങൾ നടന്നിട്ടുണ്ട്. ഈ യുദ്ധങ്ങളോട് കൂടെയാണ് കിഴക്കും പടിഞ്ഞാറും തമ്മിലുണ്ടായ ഒരു സാംസ്കാരിക ബന്ധവും അതുപോലെ കച്ചവട ബന്ധവും വർദ്ധിക്കുന്നത്. മാത്രമല്ല, ബഗ്ദാദ്, ഡമസ്കസ്, ജെറൂസലേം തുടങ്ങിയ പട്ടണങ്ങളുമായിട്ട് ഇറ്റാലിയൻ വ്യാപാരികൾക്ക് വലിയൊരു കച്ചവട ബന്ധവും ഉണ്ടായിരുന്നു. അഥവാ ചുരുക്കി പറഞ്ഞാൽ, ഇറ്റാലിയൻ കച്ചവടക്കാരാണ് ഈ അറബികൾ അല്ലെങ്കിൽ ഏഷ്യൻ ഭൂഖണ്ഡത്തെയും അതുപോലെ തന്നെ യൂറോപ്യൻ ഭൂഖണ്ഡത്തെയും ബന്ധിപ്പിച്ചിരുന്നത്. ഈ ഒരു ഏരിയയിൽ, അഥവാ ശരിക്കും പറഞ്ഞാൽ മീറ്റിംഗ് പ്ലേസ് ഓഫ് ദി ഈസ്റ്റ് ആൻഡ് വെസ്റ്റ്, അഥവാ കിഴക്കിൻ്റെയും പടിഞ്ഞാറിനെയും കണ്ടുമുട്ടുന്ന ഒരു ഇടമായിട്ടാണ് കോൺസ്റ്റാന്റിനോപ്പിൾ അടക്കമുള്ള ഇറ്റാലിയൻ നഗരങ്ങൾ അറിയപ്പെട്ടിരുന്നത്. ഈ ഇറ്റാലിയൻ നഗരങ്ങൾ ഇങ്ങനെ വളരാനുണ്ടായ അല്ലെങ്കിൽ ഈ കിഴക്കും യൂറോപ്പും തമ്മിലുള്ള കച്ചവടം വർദ്ധിപ്പിക്കാനുണ്ടായ പ്രധാനപ്പെട്ട കുറച്ച് കാരണങ്ങൾ: ഒന്ന്, ഉൽപ്പാദനത്തിൽ വർധന വന്നു, ഉൽപ്പന്നങ്ങളുടെ വൈവിധ്യങ്ങളുണ്ടായി, റോഡുകളുടെയും പാലങ്ങളുടെയും നിർമ്മാണം, കള്ളന്മാരെയും പിടിച്ചുപറിക്കാരെയും അമർച്ച ചെയ്യാൻ കഴിഞ്ഞതൊക്കെയാണ് കിഴക്കും പടിഞ്ഞാറും തമ്മിലുള്ള ഈ ഒരു വാണിജ്യബന്ധം വളരാനുണ്ടായ കാരണം. അതുപോലെ തന്നെ സുഗന്ധവ്യഞ്ജനപാതയെക്കുറിച്ച് പറയാൻ, കിഴക്കും പടിഞ്ഞാറും തമ്മിൽ
ടൈമിലുണ്ടായ ഒരു സമുദ്രപാതയാണ് യഥാർത്ഥത്തിൽ അത് സുഗന്ധവ്യഞ്ജനപാത. ഈ ഒരു സുഗന്ധവ്യഞ്ജനപാത എന്നുള്ള പേര് വരാനുള്ള കാരണം സുഗന്ധദ്രവ്യങ്ങളായിരുന്നു. അഥവാ ഈ കുരുമുളക്, അതേപോലെ ഏലം പോലെയുള്ള സാധനങ്ങളാണ് ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്തിരുന്നത്. ഇത് സമുദ്രത്തിലൂടെ ആയതുകൊണ്ട് തന്നെ സമുദ്രത്തിനോട് അടുത്ത് കിടക്കുന്ന ജപ്പാൻ്റെ തീരം, ചൈന, ഇന്തോനേഷ്യ, ഇന്ത്യ, ശ്രീലങ്ക, മധ്യേഷ്യ, ഈ ഏരിയയിലൊക്കെ എന്തുണ്ടായിരുന്നു, ഈ കച്ചവട ബന്ധം അല്ലെങ്കിൽ ഈ കച്ചവടബന്ധം വളർത്താൻ ഇത് സഹായകമായി. ഇനി നമുക്ക് പഠിക്കാനുള്ളത് മധ്യകാല ലോകത്തെ നഗരങ്ങളെക്കുറിച്ചാണ്.